കണ്ണൂർ എരഞ്ഞോളിയിൽ ആംബുലൻസിന്റെ വഴി തടഞ്ഞ് കാർ യാത്രികൻ. ഹൃദയാഘാതമുണ്ടായ രോഗിയുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസിനാണ് സൈഡ് നൽകാതിരുന്നത്. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാനാകാത്തതിനെ തുടർന്ന് മട്ടന്നൂർ സ്വദേശി റുക്കിയ മരിച്ചു. ഇന്നലെ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, അത്ര സന്തോഷമില്ലാത്തൊരു വാർത്ത തന്നെയാണ് അത്. ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിൽ ഒരു ഔചിത്യക്കുറവുണ്ടെന്ന് തോന്നുന്നു. അരുൺ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ആ ആംബുലൻസിന്റെ മുന്നിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വണ്ടി. സാധാരണ മനുഷ്യരൊക്കെ ആംബുലൻസിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒന്ന് സൈഡാക്കി നിർത്തും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വഴി കൊടുക്കും. ഇതെന്താണ് സംഭവിച്ചത്? വല്ലാത്തൊരു ദുരന്ത വാർത്ത, ഒരു മരണം കൂടി സംഭവിച്ചു എന്നുള്ളതാണത്. അസ്മിത, നമുക്കറിയാം ഈ ആംബുലൻസ് പിന്നിലുണ്ടെങ്കിൽ പോലും ചില ഘട്ടങ്ങളിൽ നമുക്ക് സൈഡ് നൽകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. പിന്നീട് അതിൽ പറ്റുന്ന ഇടം കിട്ടുമ്പോഴായിരിക്കും സൈഡ് നൽകുക. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ദൃശ്യത്തിൽ കൃത്യമായി നമ്മൾ പരിശോധിച്ച് നമുക്ക് കാണാം, ആ കാർ യാത്രികന് കൃത്യമായി ഈ ആംബുലൻസിന് സൈഡ് നൽകാൻ പറ്റുന്ന ഇടങ്ങൾ ഉണ്ട്. പക്ഷേ അത് സൈഡ് നൽകാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന വലിയ ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇന്നലെ വൈകിട്ട് നടന്ന സംഭവത്തിന്റെ ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. മട്ടന്നൂരിൽ നിന്നും ഹൃദയാഘാതം ഉണ്ടായി ഗുരുതരാവസ്ഥയിലായ രോഗിയുമായി മട്ടന്നൂരിൽ നിന്നും തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് ആണിത്. എരഞ്ഞോളി നായനാർ റോഡിൽ വെച്ചാണ് ഈ സംഭവം. ഏകദേശം 1/2 കിലോമീറ്ററോളം ഈ കാർ യാത്രികൻ ഈ മുന്നിൽ ഇത്തരത്തിൽ സൈഡ് നൽകാതിരുന്നു എന്നതാണ് ആംബുലൻസിന്റെ ഡ്രൈവർ ഉൾപ്പെടെ പറയുന്നത്. പിന്നീട് ഈ രോഗിയുമായി ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഉടൻ തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു എന്നതും വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. മട്ടന്നൂർ സ്വദേശിയായിട്ടുള്ള റുക്കിയ, 61 വയസ്സുള്ള റുക്കിയാണ് മരിച്ചത്. മട്ടന്നൂരിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായി. അങ്ങനെയാണ് തലശ്ശേരിയിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. സൈഡ് നൽകാൻ സാഹചര്യമുണ്ടായിരുന്നു, സ്ഥലമുണ്ടായിരുന്നു, എന്നിട്ടും എന്തുകൊണ്ട് സൈഡ് നൽകിയില്ല എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. എന്തായാലും ഈ ആംബുലൻസ് ഡ്രൈവർ എന്തായാലും ഇന്ന് രാവിലെ പരാതി നൽകും എന്നത്, നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ശക്തമായ നിയമ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ശരി, കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ പൂപ്പറമ്പ. ഒരു ജീവനുമായി ഇതേപോലെ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആംബുലൻസിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു മുന്നറിയിപ്പുമില്ലാതെ എല്ലാ വാഹനങ്ങളും തന്നെ അത് കൃത്യമായ രീതിയിൽ, നമ്മൾ സാധാരണ സാംസ്കാരികമായി മുന്നിട്ട് നിൽക്കുന്ന എല്ലാ ഇടങ്ങളിലും കാണുന്ന അതാണ്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലും നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഇതെന്താണ് സംഭവിച്ചത്? അത്രയും ഫ്രീ ആയിട്ട് റോഡ് കിടക്കുന്ന ഒരു സമയത്ത് ഇദ്ദേഹം ഇത്രയും അർജന്റായിട്ട് ഇവിടെ പോവുകയായിരുന്നു എന്നുള്ള ഉത്തരം എന്തായാലും ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഇയാൾക്ക് പറയാനുള്ളത്? ആണാണോ പെണ്ണാണോ ഒന്നും നമുക്കറിയില്ല. അപ്പൊ ആ വ്യക്തി, ആ വാഹനം ഓടിച്ച ആളിന് പറയാനുള്ളത് എന്താണെന്ന് കൂടി അല്പസമയത്തിനകം അറിയാൻ സാധിക്കും എന്ന് കരുതുന്നു.